തിരുവനന്തപുരം വെള്ളായണി കായലിൽ തീപിടുത്തം. കായലിനുള്ളിൽ പുല്ല് നിറഞ്ഞ ഭാഗത്താണ് തീ പടർന്നിരിക്കുന്നത്. ഏകദേശം 5 ഏക്കറോളം കത്തി നശിച്ചതായാണ് നിഗമനം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നേരുന്നത്. ചന്തു, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. വലിയ തരത്തിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. അതായത് കായലിന്റെ തീരത്തോട് ചേർന്ന് ഈ കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിൽ പുല്ല് വ്യാപകമായി തന്നെ പടർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണിത്. കഠിനമായ ഈ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതിന് കാരണമായത്. ഏകദേശം 5 ഏക്കറോളം സ്ഥലം ഈ പരിസര പ്രദേശത്തായി ഈ പുല്ല് വളർന്നു നിന്ന ഭാഗം അത്രയും കത്തി നശിച്ചതായാണ് ഈ പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന വിവരം. എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ തീരപ്രദേശത്തോട് ചേർന്ന് അത്യാവശ്യം ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് കടക്കാത്ത വിധം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും പുക വലിച്ചതിനു ശേഷം അലക്ഷ്യമായി ഇത്തരത്തിൽ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാണോ, അല്ലെങ്കിൽ കഠിനമായ ചൂടിൽ ഈ ഉണങ്ങി നിന്ന പുല്ലുകൾ കത്തി തീ പടർന്നതാണോ എന്ന ഒരു സംശയം ഇപ്പോൾ സ്വാഭാവികമുണ്ട്. ഈ വെള്ളായണി ഭാഗത്ത് ഇപ്പോൾ പാലം പണി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. എന്തായാലും 5 ഏക്കറോളം സ്ഥലം കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായി. വലിയ രീതിയിൽ പുക വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ആശങ്കാജനകമായ സാഹചര്യമായിരുന്നുവെങ്കിലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളായണി കായലിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ എന്തായാലും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ചന്തു നൽകുന്ന വിവരം. ഇങ്ങനെ കയ്യിൽ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കത്തി പടർന്ന് ഇങ്ങനെ പുക പടലം ഒന്നും കൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെയാണ് നമ്മൾ ഫയർഫോഴ്സിലും പോലീസിലൊക്കെ വിളിച്ചറിയിച്ച് നാട്ടുകാരെ വിളിച്ചറിയിച്ച് പിന്നെ കൂടുതൽ ആൾക്കാർ വന്നത്. ഇപ്പോൾ ഒരു 5 ഏക്കറിൽ കൂടുതൽ കത്തിക്കാണും. കാറ്റിൻ്റെ ദിശ അനുസരിച്ച് കത്തി പോവുകയാണ് ഇപ്പോൾ.